ഇപ്പോൾ നാരായണദാസിനെ കഴിഞ്ഞ ദിവസം എക്സൈസ് പ്രതി ചേർത്തിരുന്നു. ഇപ്പോൾ ഇന്ന് അദ്ദേഹം കോടതിയിൽ പോയിട്ടുണ്ട്. സത്യത്തിൽ എന്തിനാണ് നിങ്ങളെ ഇങ്ങനെ ഒരു ട്രാപ്പ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയതെന്നാണ് നിങ്ങളുടെ ഒരു ധാരണ? എനിക്ക് ഇന്നലെയാണ് ഈ ന്യൂസ് അറിയണത്. എനിക്ക് പേപ്പറിൽ വന്നപ്പോൾ എനിക്ക് ആരോ അയച്ചു തന്നതാണ്. അപ്പോൾ നാരായണദാസിന് പേര് കേൾക്കുന്നത് തന്നെ ഞാൻ ഇന്നലെയാണ്. എനിക്ക് അങ്ങനെ ഒരു വ്യക്തി അറിയില്ല. അപ്പോൾ അതാരാണെന്ന് എനിക്കറിയില്ല. പിന്നെ ഏതൊരു ചാനൽക്കാരൻ വന്നപ്പോഴാണ് പറഞ്ഞത് ഈ നാരായണദാസും ഞാൻ സംശയിച്ച യുവതിയും അവർ തമ്മിൽ ബന്ധമുണ്ട്, അവർ തമ്മിൽ ബാംഗ്ലൂരിൽ ഒരുമിച്ച് താമസിക്കുകയെന്നാണ് അവർ പറഞ്ഞിട്ടാണ് എനിക്കറിയുന്നത്. ഇതിനകത്ത് ഇപ്പോൾ പ്രധാനമായി അന്ന് വണ്ടി ഉപയോഗിച്ചിരുന്നത് താങ്കളുടെ മരുമകളുടെ സഹോദരിയും അവരാണിപ്പോൾ പ്രധാനമായും ഒരു ആരോപണ വിധേയരായി നിൽക്കുന്നത്. അവരുടെ പങ്ക് എന്താണെന്ന് നിങ്ങൾ സംശയിക്കുന്നത്? തലേ ദിവസം ഈ സംഭവം നടക്കണ തലേ ദിവസം ഇവർ മാത്രം വീട്ടിലുണ്ടായിരുന്നുള്ളൂ, വേറെ ആരും ഉണ്ടായിരുന്നില്ല. തലേ ദിവസം ഞായറാഴ്ചയാണല്ലോ, അത് അന്ന് ഞാൻ എവിടെയും പോയിട്ടുമില്ല, വീട്ടിൽ തന്നെയായിരുന്നു. അപ്പോൾ അന്ന് വൈകിട്ടാണ് ഇവർ വണ്ടി ഉപയോഗിച്ചത്. വൈകിട്ട് മരുമോളും അനിയത്തിയും വൈകിട്ട് 5 മണിയായപ്പോൾ ഇവരെൻ്റെ വണ്ടിയും കൊണ്ടുപോയി രാത്രി 9-10 മണിയായപ്പോഴാണ് ഇവർ തിരിച്ചു വന്നത്. അതുവരെ അവർ എൻ്റെ വണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. അവർക്ക് എന്തെങ്കിലും വ്യക്തിപരമായ വിരോധം നേരത്തെ എന്തെങ്കിലും കാര്യങ്ങൾക്കുണ്ടോ? വ്യക്തിപരമായ വിരോധം എനിക്കറിയില്ല. ഇനി അവർക്ക് എന്നോട് എന്താണ് വ്യക്തിവൈരാഗ്യമാണ് ഞാൻ ഊഹിക്കുന്നത്. ചിലപ്പോൾ വീട്ടിൽ നിന്ന് എന്നെ മാറ്റാനായിരിക്കാം, അല്ലെങ്കിൽ എൻ്റെ ആ ഇറ്റലി പോക്ക് മുടക്കാൻ. ഈ 2 കാരണമാണ് എനിക്ക് സംശയിക്കാനുള്ളത്. വേറെ സംശയിക്കുന്ന 2 പേര്, ഒന്ന് മരുമകളും ഒന്ന് മരുമകളുടെ സഹോദരിയും. അതെ 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 അവരാണ്. അല്ലാണ്ട് ഇത് വേറെ എനിക്ക് ഇത്ര വലിയ ശത്രുക്കളോ അതിൽ ഇതിനെക്കുറിച്ചുള്ള ബന്ധമുള്ള അറിവുള്ള ആരും എനിക്കില്ല. ഇത്ര രൂപ കൊടുത്ത് ഈ സ്റ്റാമ്പ് വാങ്ങി എൻ്റെ ബാഗിൽ വെക്കാനായിട്ടുള്ള അത്ര കഴിവുള്ളവരാരും വ്യക്തികളും എനിക്ക് ബന്ധത്തിലില്ല. ഇപ്പോൾ ഈ 27-ാം തീയതി ഒരു വർഷം തികയാണ് ഈ കേസ് സംബന്ധിച്ച്. ഇത്ര പറയുമ്പോൾ അത്ര വലിയ രീതിയിൽ വലിയ അന്വേഷണം, വലിയ ഗൗരവമായ അന്വേഷണം നടത്തേണ്ട കാര്യമില്ല. കാരണം നിങ്ങൾ തന്നെ വ്യക്തമായ സൂചനകൾ നൽകി കഴിഞ്ഞു. എന്നിട്ടും ഇതിൽ ഇപ്പോൾ ഈ അടുത്താണ് ഇത് അജ്ഞാത ഫോൺ ചെയ്ത ഒരാളെ കണ്ടെത്തുന്നത്. എന്തുകൊണ്ടാണ് മറ്റു പ്രതികളിലേക്ക് എത്താതിരിക്കാനുള്ള ഒരു? അതിനെക്കുറിച്ച് എനിക്കറിയില്ല. അതായത് ഇത് എക്സൈസിൻ്റെ ഭാഗത്തിൽ നിന്ന് നല്ല വീഴ്ചയുണ്ട്. ഈ പിടിച്ച സമയത്ത് തന്നെ അവർ മഗസർ റിപ്പോർട്ടർ എഴുതിയത് തെറ്റായിരുന്നു. പിന്നെ 1 മാസത്തിൽ ഞാൻ നിരീക്ഷണത്തിലായിരുന്നു. പിന്നെ വരുന്ന കസ്റ്റമേഴ്സിന് വേണ്ടി ഞാൻ മയക്കമരുന്ന് ബിസിനസ് ചെയ്യാൻ എന്നെ ഒരു മയക്കമരുന്നുകാരിയായിട്ടാണ് അവർ എന്നെ ചിത്രീകരിച്ചത്. പക്ഷെ ഇതിനെക്കുറിച്ച് ഒന്നും ഒരു അറിവില്ലാത്ത വ്യക്തിയായിരുന്നു ഞാൻ. അപ്പോൾ അതെന്തിനു വേണ്ടിയാണ് എക്സൈസ് അങ്ങനെ ചെയ്തത്? ഈ എക്സൈസും ഇനി നാരായണദാസുമായിട്ടുള്ള എന്താ ബന്ധം? അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. എനിക്കിങ്ങനെ ഓരോരോ ന്യൂസ് വരുമ്പോഴാണ് നമുക്ക് ഇതിനെക്കുറിച്ച് അതായത് നമുക്ക് അതിനുള്ള ആൾബലോ പൈസയായിട്ടുള്ള ബലോ ഇല്ല അന്വേഷിക്കാനായിട്ട്. ഇപ്പോൾ ഇതിലൊരു വിക്ടിമായ നിങ്ങൾ പ്രത്യേക പേരുകൾ തന്നെ പറഞ്ഞു കഴിഞ്ഞിട്ടും എന്തുകൊണ്ട് ഇവരെ ഒന്നും ഈ കേസിൽ പ്രതി ചേർക്കാത്ത അത്തരം നടപടിയിലേക്ക് എക്സൈസ് പോകാതിരിക്കുന്നു? അത് അവർ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് മാത്രം പറയുന്നുള്ളൂ. പിന്നെ ഫുൾ ഡീറ്റെയിൽസ് നമ്മളോട് ഇതുവരെ പറഞ്ഞിട്ടില്ല. നാൾ വന്ന് മൊഴിയെടുത്ത് പോയപ്പോൾ പറഞ്ഞ ആളെ കിട്ടിയിട്ടുണ്ട്, അത് പത്രത്തിൽ വാർത്ത വരും, അപ്പം അറിയാനാണ് അവർ പറഞ്ഞത്. അതുമാതിരി പത്രത്തിൽ വാർത്ത വന്നു. നാരായണദാസ് നിങ്ങളുമായിട്ട് ഒരു വ്യക്തിപരമായ യാതൊരു ബന്ധമില്ല, ഒരു പരിചയമില്ലാത്ത എവിടെയോ കിടക്കുന്ന ഒരാൾ, അവർ നിങ്ങൾക്ക് എതിരായിട്ടൊന്നും ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അതിലേക്ക് കണക്ട് ചെയ്യുന്ന ആളുകൾ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇതുവരെ കണ്ടെത്താൻ ഇപ്പോൾ അവർ എക്സൈസുകാരല്ല ഞങ്ങളോട് പറഞ്ഞത്, വേറൊരു ചാനൽക്കാരാണ് വന്ന് പറഞ്ഞത് ഇവർ തമ്മിലുള്ള ബന്ധമുണ്ട് എന്ന്. അങ്ങനെയാണെങ്കിൽ അപ്പോൾ അവർ തന്നെ ആയിരിക്കുമല്ലോ. നാരായണദാസിന് എന്നെ ചെയ്യേണ്ട ഒരു കാര്യമില്ല. നിങ്ങൾ സംശയിക്കുന്ന പേരുകൾ ഏതൊക്കെയാണ്? ഞാൻ സംശയിക്കുന്നത് മരുമോളും മരുമോളുടെ അനിയത്തിയും. നിങ്ങൾക്ക് പ്രത്യേകിച്ച് വ്യക്തിവിരോധങ്ങൾ ഇതിന് മുൻപൊന്നും ഉണ്ടായില്ല, വേറെ വിഷയങ്ങളൊന്നുമില്ല? ഇല്ല. ഈ സംഭവം നടക്കുന്ന സമയത്ത് മോൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 1.5 വർഷമായിട്ടുള്ളൂ. ഈ 1.5 വർഷത്തിൻ്റെ ഉള്ളിൽ അങ്ങനെ വ്യക്തി വൈരാഗ്യം വരേണ്ട കാര്യമില്ലല്ലോ. ഏതായാലും അന്വേഷണം ഇപ്പോൾ ഒരു ഘട്ടം കൂടിയും നാരായണദാസിലേക്ക് എത്തിയ തുടർന്ന് അന്വേഷണം പുരോഗമിക്കും തന്നെയാണോ നിങ്ങളുടെ ഒരു വിശ്വാസം? നിങ്ങൾ ശുഭാപ്തി വിശ്വാസം ഉണ്ട് ഇപ്പോൾ പോകുന്ന അന്വേഷണത്തിൽ? ഉണ്ട്. എക്സൈസ് ഓഫീസർ പറഞ്ഞിട്ടുണ്ട് എനിക്ക് എന്തായാലും നീതി വാങ്ങിത്തരുന്ന ആൾ പറഞ്ഞിട്ടുണ്ട്. ആളുടെ ഇതിലെനിക്ക് നല്ല വിശ്വാസം. നിങ്ങൾക്കെതിരെ ഈ കേസെടുക്കുകയും നിങ്ങളെ ജയിലിലടക്കുകയും ചെയ്ത ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പ് നടപടി എന്ന രീതിയിൽ ചെറിയ തോതിൽ മാത്രം നടത്തുകയും അതിനപ്പുറത്തേക്ക് കടന്നിട്ടില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എക്സൈസ് മന്ത്രി MP രാജേഷ് ഇവിടെ തൃശ്ശൂർ സമ്മേളനത്തിൽ ഒന്ന് പറഞ്ഞു ഉദ്യോഗസ്ഥർക്ക് വലിയ തെറ്റ് പറ്റിയിട്ടുണ്ട്, അവർക്കെതിരെ നടപടി. പക്ഷെ അതൊന്നും ചിത്രത്തിൽ കാണുന്നില്ല. അതെ അതൊന്നും കാണുന്നില്ല. അതൊക്കെ അവരെ തന്നെ അന്വേഷിക്കണം. നമുക്കത് നീതി വാങ്ങി തരണം. എന്തായെങ്കിലും ഇത് എന്തിനു വേണ്ടിയാണ് ചെയ്ത, ഇതിൻ്റെ പിന്നിൽ ആരൊക്കെയാണ്, എന്താ ഗൂഢാലോചന, ഇതൊന്നും അറിയാതെയാണ് ഞാൻ 72 ദിവസം നമ്മൾ സ്വപ്നത്തിലും കൂടി വിചാരിക്കാത്ത കാര്യമാണ് നടന്നത്.
അപ്പോൾ അതിനുള്ള എനിക്ക് അവകാശം ഉണ്ടല്ലോ, അത് എന്തിനു വേണ്ടിയാണ് അറിയേണ്ട ഒരു അവകാശം എനിക്കുണ്ടല്ലോ. അപ്പോൾ അതെന്തായെങ്കിലും അന്ന് മന്ത്രി വന്നപ്പോഴും പറഞ്ഞു, എന്തായെങ്കിലും കുറ്റം ചെയ്തവരെ ഞങ്ങൾ പുറത്ത് കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ അവരുടെ ഈ മരുമകളും മരുമകൾ സഹോദരിക്ക് ഇപ്പോൾ എവിടെയുള്ളത് പറയോ? ഇല്ല, ഈ സംഭവം നടന്ന പിന്നെ അവർ ഞങ്ങളായിട്ട് ഒരു കോണ്ടാക്റ്റും ചെയ്തിട്ടില്ല. ഇപ്പോൾ അവർ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളോട് പറയാം, അവരുടെ ഫാമിലി ആയിട്ടും നമ്മളായിട്ട് ഒരു കണക്ഷനും ഉണ്ടായിട്ടില്ല. തെറ്റ് ചെയ്തില്ലെങ്കിൽ അവർ നമ്മളോട് സംസാരിക്കായിരുന്നു ഞങ്ങളല്ല ചെയ്തത് എന്ന്. പക്ഷേ ഈ സംഭവം നടന്ന പിന്നെ ആയിട്ട് അവരായിട്ട് ഒരു കണക്ഷനും ഉണ്ടായിട്ടില്ല. നിങ്ങളുടെ അറിവ് പ്രകാരം ഈ നാരായണദാസും ഈ അനുജത്തി അതുപോലെ തന്നെ പിന്നെ മരുമകൾ ഇവരെയുള്ള ബന്ധത്തെക്കുറിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് അറിവുണ്ടോ? ഇല്ല, അറിവില്ല. അതായത് അനിയത്തിയുടെ കൂടെ ഏതൊരു സ്പോൺസർ ഉണ്ട് എന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ട്. അവൾ ബാംഗ്ലൂരിലാണ്, മോഡലിംഗ് ആണ് പഠിക്കണത്. അപ്പോൾ അവളെ ഏതൊരു വ്യക്തി സ്പോൺസർ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ആരാണ് നമുക്കറിയില്ല. ചിലപ്പോൾ ഇയാളായിരിക്കാമോ എന്തോ, അതറിയില്ല. അപ്പോൾ ഒരുപക്ഷെ അവർക്ക് വേണ്ടിയിട്ട് ഇയാൾ ചെയ്തായിരിക്കാമെന്നുള്ളതാണ് ഇപ്പോൾ എക്സൈസിൽ നിന്ന് കിട്ടുന്ന ഒരു സൂചനകൾ അനുസരിച്ച് അല്ലേ? അതെ. അല്ലാണ്ട് നാരായണദാസിന് എന്നെ ചെയ്യേണ്ട ഒരു കാര്യം, ഒരു അറിയാതെ വ്യക്തി എന്നെ ചെയ്യേണ്ട ഒരു കാര്യമില്ലല്ലോ. അപ്പം അതിൻ്റെ പിന്നിൽ അവരുണ്ടാവണം, വിശ്വസിക്കണം. ഈ വിഷയം ഉണ്ടായപ്പോൾ മകൻ എങ്ങനെയാണ് പ്രതികരിച്ചത്? ആദ്യഘട്ടത്തിലും പിന്നീടുള്ള പ്രതികരണം ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ആദ്യം എന്നെ പിടിച്ചെന്നും സംശയം പറഞ്ഞത് മകൻ ആദ്യം അവളുടെ പേര് തന്നെയായിരുന്നു. നമ്മുടെ വീട്ടിൽ വന്ന വിരുന്നുകാരാണ്, നമ്മളിങ്ങനെ ചതിക്കൂന്ന് എനിക്കറിയില്ലല്ലോ. എന്നോട് നല്ല സന്തോഷമായിട്ട് സംസാരിക്കുന്ന ആൾക്കാരാണ്, പക്ഷെ എന്നെ ചതിക്കൂന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. പക്ഷെ ആദ്യം പറഞ്ഞത് മോനായിരുന്നു ആളുടെ പേര് പറഞ്ഞത് വീട്ടിലുണ്ടായി. പിന്നെ അത് കഴിഞ്ഞ് സഹോദരിയുടെ പേര് അത് എന്നെ പിടിച്ച ഓഫീസർ ഒരു ഇതിൽ പറയുന്നുണ്ട്. പക്ഷെ അത് കഴിഞ്ഞ പിന്നെ മോനാകെ മാറി. പിന്നെ അവൻ പറയണത് അവരല്ല ചെയ്തത്, അങ്ങനെയാണ് പറഞ്ഞത്. പിന്നെ ഇതുവരെ ഞങ്ങളായിട്ട് ഇപ്പം ഞാനും ഹസ്ബൻഡും വേറെയാണ് താമസിക്കണേ. ഇല്ല, ഇതുവരെ ഒരു ബന്ധമില്ല. ഇതിനുശേഷം പിന്നെ ഈ ജയിൽ മോചിതയായി വന്നതിന് ശേഷം ഒരു ബന്ധമില്ല. അതിന് ആ ജയിലിലേക്ക് പോകുന്നത് ആദ്യഘട്ടത്തിൽ പറഞ്ഞത് വിട്ടാൽ പിന്നെ ഒരു ബന്ധവും മകനുമായിട്ടില്ല, മരുമകളായിട്ട് ആരുമായിട്ടില്ല. ഇല്ല, ജയിലിൽ കിടക്കുന്ന സമയത്ത് ഒരു 2 പ്രാവശ്യം അവർ മകനും മരുമകളും വന്ന് കണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ജാമ്യം എടുക്കാനായിട്ട് എല്ലാം ശ്രമിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ അവരൊന്നുമല്ല ശ്രമിച്ചത്, ഹസ്ബൻഡും മരുമോനുമാണ് ജാമ്യം എടുക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത്. എന്താണ് പൂർണ്ണമായിട്ട് ബന്ധം, മകനായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കുന്നത്? ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷെ അവരാണ് ഞങ്ങളുടെ അടുത്ത് വരാത്തത്. പിന്നെ ഞങ്ങൾക്ക് ഈ സംഭവം നടന്നപ്പോൾ ഞങ്ങൾക്ക് അവിടെ താമസിക്കാനായിട്ട് താല്പര്യം ഉണ്ടായില്ല. അപ്പം ഞങ്ങൾ അവിടുന്ന് മാറി താമസിച്ചു. സുജയ, അവർ പറഞ്ഞു വെക്കുന്നത് ആദ്യഘട്ടത്തിൽ ഈ സംശയം ആദ്യം തന്നെ പ്രകടിപ്പിക്കുന്നത് ഈ സഹോദരിയുടെ പേര്, അതായത് മരുമകളുടെ സഹോദരിയുടെ പേര് ആദ്യം പറഞ്ഞു വെക്കുന്നത് ഈ മകൻ തന്നെയാണ്. അതായത് അവരുടെ ഭാര്യയുടെ സഹോദരിയാണ് ഇത്തരത്തിൽ ഇത് വെച്ചിട്ടുണ്ടാകാൻ സാധ്യതയെന്ന്, വാഹനത്തിൽ മയക്കുമരുന്ന് എന്ന രീതിയിൽ വെച്ചിട്ടുണ്ടാകാൻ സാധ്യതയെന്ന് ആദ്യം വ്യക്തമാക്കുന്നത് മകനാണ്. പിന്നീട് മകൻ ഇവരുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിക്കുകയായിരുന്നു. പിന്നീട് മകൻ മാറ്റി പറയുകയായിരുന്നു അത്തരത്തിലുണ്ടാവാൻ സാധ്യതയില്ല എന്ന്. ഇപ്പോൾ മകനും മരുമകളുമായിട്ടുള്ള ഒരു ബന്ധങ്ങളും ഇല്ല. ഷീല സണ്ണിയും അതുപോലെ തന്നെ അല്ലേ, ശരിയല്ലേ, ഷീല സണ്ണിയും അതുപോലെ തന്നെ ഷീല സണ്ണിയുടെ ഭർത്താവും ഒന്നിച്ചാണ് താമസം. മകൻ ഇവരുമായിട്ട് ഇപ്പോൾ യാതൊരു ബന്ധത്തിൽ, ഇവർക്കൊരു വിരോധമില്ല എന്ന് പറയാം. ഏതായാലും ഒരു കാര്യം വ്യക്തമാണ്, ഇവരുമായി അടുത്ത ബന്ധമുള്ളവർ തന്നെയാണ് ഈ കാര്യം ചെയ്തതെന്ന് ആദ്യഘട്ടത്തിൽ തന്നെ ഉറപ്പായിരുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിലായിരുന്നു തുടർ അന്വേഷണം നടന്നത്. പക്ഷേ എക്സൈസിന് ഒരു വിഷയമുണ്ട്. എക്സൈസിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അജ്ഞാതനായ ഈ കോൾ നൽകിയ ആളെ കണ്ടെത്തി അത് ആ വഴി മാത്രമേ ഇവിടേക്ക് എത്താൻ കഴിയൂ എന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും കാലം ഈ കേസ് ഇങ്ങനെ നീണ്ടുപോയതെന്നാണ് എക്സൈസുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറയുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ നാരായണദാസിനെ പ്രതി ചേർത്തിരിക്കുന്നു. നാരായണദാസ് ഇപ്പോൾ മുൻകൂർ ജാമ്യം നേടിയിരിക്കുന്നു. നമുക്ക് വളരെ ദയനീയമായ അതിഭീകരമായൊരു മനുഷ്യാവകാശ ലംഘനം നടന്നിട്ട് ഈ മാസം 27-ാം തീയതിക്ക് 1 വർഷം പിന്നിടുകയാണ്. 72 ദിവസം ഒരു സ്ത്രീ ഒരു കുറ്റവും ചെയ്യാതെ ജയിൽ ശിക്ഷ അനുഭവിച്ച് പുറത്തിറങ്ങിയ ഒരു വ്യക്തിയാണ് അവരുടെ ജീവിതാനുഭവങ്ങൾ നമ്മോട് വിവരിച്ചത്.